പരിസ്ഥിതി ദിന ക്യൂസ് പാർട്ട് 2 വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പാർട്ട് 1 വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടന്നാലോ. 2024 പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ്? മൃണാളിനി സാരാഭായ്. കാടെവിടെ മക്കളെ എന്ന് തുടങ്ങുന്ന വരികൾ ആരുടേതാണ്? അയ്യപ്പ പണിക്കരുടെ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഹരിതഭാവിയിലേക്കുള്ള യാത്ര. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഏത്? വനശ്രീ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ലക്ഷ്യം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ചയെ പ്രതിരോധിക്കൽ. ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട ദേശീയോദ്യാനം ഏത്? ഹെയ്ലി ദേശീയോദ്യാനം. ഹെയ്ലി ദേശീയോദ്യാനത്തിന്റെ ഇപ്പോഴത്തെ പേര് എന്താണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. മികച്ച പരിസ്ഥിതി സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ച ജലമർമരം എന്ന മലയാള ചിത്രത്തിന്റെ പ്രമേയം എന്താണ്? ചാലിയാർ പുഴ മലിനീകരണം. പ്ലാനറ്റ് എർത്ത് അവാർഡ് 2024 അർഹനായ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? എസ് ഫൈസി. പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്നത് എന്താണ്? മുള. പരിസ്ഥിതിയാണ് ശാശ്വതമായ സമ്പത്ത് എന്നത് ഏത് പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമാണ്? ചിപ്കോ പ്രസ്ഥാനത്തിന്റെ. പെൺകുഞ്ഞിന്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന രാജസ്ഥാനിലെ ഗ്രാമം ഏത്? പിപ്പലാന്ത്രി. പിപ്പലാന്ത്രിയിലെ ഗ്രാമീണർ ഒരു പെൺകുട്ടി പിറന്നാൽ എത്ര വൃക്ഷത്തൈകളാണ് നടുക? 111. പ്രകൃതിയെ അനുസരിക്കാതെ ജീവിച്ചാൽ നമുക്ക് പ്രകൃതി മാപ്പ് തരില്ല എന്ന് പറഞ്ഞതാരാണ്? എമേഴ്സൺ. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു. ആരുടെ വരിയാണിത്? ONV കുറുപ്പിന്റെ. വണ്ടർ ട്രീ എന്ന വിശേഷണമുള്ള വൃക്ഷമേത്? വേപ്പ്. സമാധാനത്തിന്റെ വൃക്ഷം എന്ന വിശേഷണമുള്ള വൃക്ഷമേത്? ഒലീവ് മരം. മരങ്ങളെ വേദനിപ്പിക്കരുത്, മരത്തിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തരുത് എന്ന് ഉപദേശിക്കുന്ന വേദം ഏത്? അഥർവവേദം. എൻഡോസൾഫാന്റെ ദുരന്തങ്ങളെ വിഷയമാക്കി അംബികാസുധൻ മങ്ങാട് എഴുതിയ നോവൽ ഏതാണ്? എൻ മഗജെ. മണ്ണിനെ വേണ്ട വിധം പരിപാലിക്കാൻ മറക്കരുത്, നമ്മെ തന്നെ സ്വയം മറക്കുന്നതിന് തുല്യമാണത്. ആരുടെ വാക്കുകളാണിത്?
ഗാന്ധിജിയുടെ